എന്താ 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 ഇതിനകത്തെന്തോ എന്തൊക്കെയോ കൊണകളുണ്ട് കേട്ടോ ചാറ്റില്. എല്ലാ കൊണടിയും ഞാൻ പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളേ. ഞാൻ ഇവിടുന്ന് ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും ഹായ് 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 ഹായ്. വൈ യു ആർ സോ അഫ്രൈഡ് എന്ന് ബാക്ക് ടു ഹിയർ ദിസ് ബ്രോ. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം എല്ലാവരും അല്ല ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അൻവിനെ പറ്റി. അൻവിൻ എൻ്റെ കമ്പനിയുടെ ഇൻവെസ്റ്റർ ആണ്, അല്ലെങ്കിൽ ഈ പറയണത് പോലെ ഞാൻ അൻവിനെ പറ്റി പറയണത് അത് എനിക്ക് ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയണത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ എക്സ്പോസിങ് വീഡിയോ വന്നത് ഇന്നലെയാണ്, മനസ്സിലായ? അതിലും 2 ദിവസം മുമ്പത്തെ ലൈവിൽ പറഞ്ഞതാ. അതിനു മുമ്പ് 2 ദിവസത്തെ ലൈവിൽ പറഞ്ഞ കാര്യമാണ് അത് ആ ക്ലിപ്പായിട്ട് വന്നേക്കുന്നത്. സോ നിങ്ങളിപ്പോൾ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ കണ്ട്, ഒരാൾ ഈ പറയണത് പോലെ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ കണ്ടിട്ട് എന്താ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ POയും കൂടെ കേൾക്കാതെ ഓൾറെഡി എല്ലാവരും ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ് കാര്യങ്ങൾ എന്താണ് എല്ലാം. അതായത് ഇന്നലെ ലൈവ് വരാൻ പറ്റിയില്ല. ഇന്നലെ സത്യം പറഞ്ഞാൽ ലൈവ് വരാൻ പറ്റിയില്ല. ലൈവ് വരാൻ പറ്റാത്തതുകൊണ്ട് ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ മാത്രം കേട്ടിട്ട് കേരളത്തിലുള്ള കുറെ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ കണ്ടന്റ് ചെയ്തു, എല്ലാം ചെയ്ത് കഴിഞ്ഞ്. എന്നാൽ ഇപ്പുറത്തേക്കുന്ന ആൾ എന്താ പറയാൻ പോണത് അല്ലെങ്കിൽ പറഞ്ഞ് ആ കാര്യം ആരും കൺസിഡർ ചെയ്തില്ല, മനസ്സിലായോ? അപ്പോൾ ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ആൻഡ് ഈ വർഷത്തെ എനിക്ക് തോന്നുന്നു ഇത് ഈ വർഷത്തെ 3ാമത്തെ കോൺട്രവേഴ്സി ലൈവാണ്. ഈ ഒരു വർഷം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ ലൈവ് ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. പറയാതിരിക്കാൻ വയ്യല്ലോ. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. നമുക്കറിയാത്ത നമ്മുടെ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഇത് മാത്രം കാണുന്ന കുറച്ച് ആൾക്കാർ അവർ വന്നിട്ട് ഈ പറയണത് പോലെ വന്ന് നമ്മുടെ ലൈവ് കാണുക എന്ന് പറയുന്ന സാധനത്തിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇവർ ഒരു ദിവസം വന്ന് നമുക്ക് പറയാൻ എന്താ ഉള്ളതെന്ന് വെച്ചാൽ കേൾക്കുക, നേരെ പോവുക. ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി, മനസ്സിലായ? ഇതിലെനിക്ക് വലിയ സന്തോഷമൊന്നും കിട്ടണില്ല. നമുക്ക് റെഗുലറായിട്ട് കാണാൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, കഷ്ടകാലമാണ് എല്ലാം കൊണ്ട്, സത്യം എല്ലാം കൊണ്ട് ലൈറ്റ് വരെ അടിച്ചുപോയി. പറയാതിരിക്കാൻ വയ്യ, ലൈറ്റ് വരെ അടിച്ചുപോയി. ഗെയിം കളിക്കുമോ? ഞാൻ വല്ലപ്പോഴൊക്കെ ഗെയിം കളിക്കാറുണ്ട്. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. അപ്പം നമുക്ക് തുടങ്ങാം, പറയാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈവ് കാണുന്ന ഓഡിയൻസ് നോർമലി ഇവിടെ ഒരു 13,000 പേര്, 13,000 14,000 മാക്സിമം എന്നത് അങ്ങനത്തെ കാര്യങ്ങൾ. ഗെയിമറാണോ? അല്ലല്ലല്ലല്ല. ഞാൻ ഈ ഈഗിൾ അത് കഴിഞ്ഞിട്ട് വേറെന്തോണല്ലോ ഇട്ടേക്കുന്നത് ഇവിടെ. അപ്പോൾ നോർമലി ഒരു 10-12,000 13,000 പേരാണ് നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാർ ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനി എനിക്ക് ആരെയും കൂടുതൽ മറ്റേ ഈ നോർമൽ ആൾക്കാരെ പോലെ ഇങ്ങനെ ഡിലേ ആക്കി വാച്ചിങ് വരട്ടെ എന്ന് പറഞ്ഞ് ഇതാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. ഈ അൻവിൻ എന്ന് പറയുന്ന എൻ്റെ ബിസിനസ് പാർട്ട്ണർ എന്ന് പറയുന്ന അൻവിനെ പറ്റിയുള്ള കാര്യങ്ങളും അലിഗേഷൻസും എല്ലാമായിട്ട് നമുക്ക് അങ്ങ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട്, കാണിച്ചു തന്നിട്ട് നമുക്ക് തുടങ്ങാം. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സെക്കൻഡ് ഞാൻ ഈ അതിൻ്റെ ഐപാഡ് ഒന്ന് എടുത്തോട്ടെ. എനിക്ക് കമൻറ്റ് കാണുന്നില്ല, അതാ ഈ ഫോണിനകത്ത് ഞാനിപ്പോൾ ഈ സ്ക്രീൻ മാറ്റി കഴിഞ്ഞാൽ ഫോണിൽ എനിക്ക് ഭയങ്കര ചെറിയ സ്ക്രീനിലേ കാണുള്ളൂ. ഇതാകുമ്പോൾ കമൻറ്റ് കാണാമല്ലോ. RP ബ്രോ, ഇതെല്ലാം RP എല്ലാം ഇത് കഴിഞ്ഞിട്ടേ ഞാൻ കയറത്തുള്ളൂ. എനിക്ക് കുറച്ച് ഇത് നിങ്ങൾ വിചാരിക്കണ പോലെ ചെറിയൊരു ഇഷ്യൂ അല്ല. ഇത് എവിടെ സൗണ്ട് കുറയ്ക്കണേ? സോറി എക്കോ അടിച്ചത്, സോറി. ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് തുടങ്ങാം. സോ ആദ്യം തന്നെ ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഒരു കാര്യം പറയാം. എനിക്ക് അതായത് ഇന്നലെ അൻവിനെ എക്സ്പോസ് ചെയ്തു എന്ന് പറഞ്ഞ് കോണ്ടന്റ് ഇട്ട ഒരാള്, ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന ആള് എന്നെ ഫോൺ വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ അലിഗേഷൻ എന്ന് പറയണത് അൻവിനെ എക്സ്പോഷർ കൊടുത്തത് ഞാനാണ്, അതാണ് ഇതാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ അടുത്ത്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ അൻവിനെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ UK താമസിക്കുന്നത്, മനസ്സിലായി? അതായത് ഞാൻ യുണൈറ്റഡ് കിങ്ഡത്തിലല്ല ഞാൻ താമസിക്കുന്നത്, ഞാൻ യുണൈറ്റഡ് കൂടല, അതാണ് എൻ്റെ UK. പത്തനംതിട്ടയിലുള്ള കൂടൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് അൻവിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് UK പോയി തിരക്കാനുള്ള ഒരു ഇതില്ല, സത്യം പറഞ്ഞാൽ. അതായത് എനിക്ക് UK അൻവിനെ പറ്റി അറിയില്ല. നിങ്ങളെല്ലാവരും അൻവിനെ എങ്ങനെയാണോ കണ്ടിട്ടുള്ളത് അതുപോലെയാണ് ഞാനും അൻവിനെ കാണുന്നത്. അതായത് എനിക്കിഷ്ടമുള്ള, എൻ്റെ വീട്ടിൽ കുറേ ഡോഗ്സൊക്കെ ഉണ്ട്, എനിക്ക് വണ്ടിയോട് അത്യാവശ്യം ക്രേസ് ഉണ്ട്, മനസ്സിലായോ? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അങ്ങനത്തെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളെ ഞാനും ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. അൻവിനെ ഞാൻ കണ്ടു. ഈ പറഞ്ഞതുപോലെ എനിക്ക് അൻവിൻ്റെ കോണ്ടന്റ്സ് ഒക്കെ ഇഷ്ടമായിരുന്നു. ഞാൻ അൻവിൻ്റെ അടുത്ത് അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട് പലവട്ടം.
അങ്ങനെയാണ് ഞാൻ അൻവിനെ കാണുന്നത്. അൻവിനെ കാണുന്ന സമയത്ത് ഈ നോർമലി നമ്മൾ ഒരു അത്യാവശ്യം, അതായത് നിങ്ങൾക്ക്, അതായത് ഞാൻ ഇത് പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾക്കൊക്കെ അൻവിനെ കുറേ പേർക്ക് അപ്പാർട്ട് ഫ്രം ദ ഫോളോവേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അൻവിനെ കുറച്ചധികം അറിഞ്ഞു തുടങ്ങിയത് എപ്പോൾ തൊട്ടാണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഈ ഇൻ്റർവ്യൂവിന് ശേഷം ഈ ഇൻ്റർവ്യൂ ആണ് അൻവിൻ്റെ ഏറ്റവും കൂടുതൽ കട്ട്സ് വന്ന ഇൻ്റർവ്യൂ. ഏറ്റവും കൂടുതൽ കട്ട്സ് വന്ന റിട്ടയർമെൻറ്റിൻ്റെ കാര്യവും പുള്ളിയുടെ ഫാം ഹൗസിൻ്റെ കാര്യവും ഡോഗ്സിൻ്റെ കാര്യവും എല്ലാം ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് തരംഗമായിട്ട് വന്ന ഒരു കോണ്ടന്റ് എന്ന് പറയണത് ഇതാ. ശരിക്കും സൈന സൗത്ത് പ്ലസ് ചെയ്ത നമ്മുടെ അൻവിൻ്റെ കോണ്ടന്റ്. സോ ഈ അൻവിൻ്റെ കോണ്ടന്റ് വന്നപ്പം 1.1 മില്യൺ വ്യൂസാണ്. ഈ ഒരു സാധനം ശരിക്കും അപ്ലോഡ് ആയേക്കുന്നത് 7 മാസം മുമ്പാണ്. സോ ഞാനും കൂടുതൽ കാര്യങ്ങൾ അൻവിനെ പറ്റി അറിയണത് ശരിക്കും പറഞ്ഞാൽ ഇതിനു ശേഷമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം എല്ലാവരും ഓൾറെഡി ഈ പറയണത് പോലെ പുള്ളിക്ക് ഒരു എക്സ്പോഷറും കാര്യങ്ങളൊക്കെ വന്നപ്പം ഒബ്വിയസ്ലി എൻ്റെ പോഡ്കാസ്റ്റ് ചാനലാണ് കൊണാത പോഡ്കാസ്റ്റ്. മനസ്സിലായോ? നമ്മൾ ഈ കൊണാത പോഡ്കാസ്റ്റിൽ നോർമലി പോഡ്കാസ്റ്റ് നടത്തുന്ന ഒരാൾ നമ്മൾ എന്താ നോർമലി ചെയ്യുന്നത്, സെൻസേഷൻ ആയിട്ടുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരും. സോ ഇതിലേക്ക് അങ്ങനെ വന്ന ഒരു ഞാൻ ആദ്യമായിട്ട് പോഡ്കാസ്റ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അൻവിനെ വിളിക്കുന്ന സമയത്താണ് ഈ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് 2 മാസം ആയതേ ഉള്ളൂ. രണ്ട് മാസം ആയിട്ടുള്ളൂ ഈ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട്. ആരെയോ തെറി വിളിച്ചതൊക്കെ കേൾപ്പിക്കണം, കുപ്പിക്കകത്ത് കയറുന്ന വെടി വെക്കാതെ എല്ലാം ഞാൻ കേൾപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. ഞാൻ മൊത്തം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. നിങ്ങൾക്ക് ആരെയോ തെറി ഒരാൾ ചുമ്മാ ഒരാൾ തെറി വിളിക്കുമോ? അവൻ്റെ മെസ്സേജ് മാത്രം ബ്ലറാ, എൻ്റെ മെസ്സേജ് മാത്രം വിസിബിൾ. കാണിച്ചു തരല്ല, വെയിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ പോഡ്കാസ്റ്റിൽ അന്വൻ വരുന്നതും ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും. ഈ പോഡ്കാസ്റ്റിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ ഞങ്ങളുടെ കോൺവെർസേഷനിൽ ഒബ്വിയസ്ലി എൻ്റെ മനസ്സിലുള്ള പ്രൊഫൈൽ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള പ്രൊഫൈൽ, അതായത് അൻവിൻ്റെ ലിവിങ് സ്റ്റൈല്, അൻവിൻ്റെ ഡോഗ്സ്, അൻവിൻ്റെ കാർസ് എല്ലാം കണ്ടതുപോലെ ഞാനും കണ്ട ഒരാളാണ്. ഞാൻ പുള്ളി അതുവരെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പുള്ളിയെ നേരിട്ട് മീറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോഡ്കാസ്റ്റിന് പുള്ളി എൻ്റെ വീട്ടിൽ വരുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോണത് എങ്ങനെ എൻ്റെ ബിസിനസ് പാർട്ട്ണറായി, ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഇതെന്താണെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോണത്. നിങ്ങൾക്ക് എൻ്റെ റെഗുലർ ലൈവ് കാണുന്ന ആൾക്കാർക്ക് ഇത് അറിയായിരിക്കും. ഞാൻ എന്തായാലും ഒന്നുകൂടെ, പക്ഷെ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് ഞാൻ പറയുവാണേ, എൻ്റെ കമ്പനി ഞാൻ ഓൾറെഡി ഫോം ചെയ്തതിന് ബ്രാൻഡിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം, ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ലൈവിൽ എനിക്ക് അതിൽ ട്രേഡ് മാർക്ക് കിട്ടിയില്ല. ഞാൻ എല്ലാം തുടങ്ങി, എല്ലാം നല്ല രീതിയിൽ തുടങ്ങി, വെബ്സൈറ്റ് എല്ലാം പണിത് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ട്രേഡ് മാർക്ക് റിജക്റ്റ് ആയപ്പം എനിക്ക് എല്ലാം വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങേണ്ട ഗതികേട് വന്നു. സോ അൺടിൽ നൗ എൻ്റെ കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അൻവിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് നക്കി പണത്തിന് മുകളിൽ ഒരു പരുന്തും പറക്കത്തില്ല. ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നു, ആർക്ക് വേണമെങ്കിലും വന്ന് വെരിഫൈ ചെയ്യാം. എൻ്റെ അക്കൗണ്ടിലോ എൻ്റെ പേര്, എൻ്റെ പാൻ കാർഡ് നമ്പറിലുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ടിലോ, അല്ലെ എൻ്റെ അക്കൗണ്ടിലോ, എൻ്റെ റിലേറ്റീവ്സിൻ്റെ അക്കൗണ്ടിലോ, ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ അൻവിൻ്റെ സൈഡിൽ നിന്ന് 1 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഫണ്ട് വന്നാൽ ഞാൻ യൂട്യൂബ് മൊത്തം ഡിലീറ്റ് ആക്കി ഞാൻ ഇറങ്ങിപ്പോയിടുന്നു. പബ്ലിക്കായിട്ട് ഞാൻ പറയാണ്, കോണ്ടന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം എറണാകുളത്ത് വരെ എൻ്റെ വെരിഫൈഡ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക്. ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാൻ എൻ്റെ മൊത്തം, ഞാൻ പറയുകയാണ്, എൻ്റെ ഞാൻ തുടങ്ങാൻ പോയ കമ്പനിയുടെ അതായത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ അത് ഞാൻ പബ്ലിക്കലി കാണിക്കാം. അതുകൂടെ കാണിച്ചു തുടങ്ങാം. വെറുതെ എനിക്ക് വായ്ത്താളം പറയുവാണെന്ന് ആൾക്കാർക്ക് ഒരു തോന്നൽ വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇതെൻ്റെ കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. ഇത് നടത്തി വെക്കുന്നത് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോണത് ആക്ച്വലി ഇവിടെ ഉള്ളൊരു ഇതാണ്, AACT & Co ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ഇതിൻ്റെ അടിയിൽ അവരുടെ നമ്പറുണ്ട്. നിങ്ങൾ ഈ കോണ്ടന്റ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും വിളിച്ച് വെരിഫൈ ചെയ്യാം. ഇതിൻ്റെ ഡേറ്റിംഗ് നിങ്ങളൊന്ന് നോക്കണം. 29/11/2025 എൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഡേറ്റ് ആണ് ഇത്. 29/11/2025 ഇതിലാണ് എൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള ഞാൻ എൻ്റെ ഫസ്റ്റ് കൊടുക്കുന്നത്. അതിൽ നിങ്ങൾ കണ്ടോ, അപ്ലൈ ഫോർ ദ നെയിം അപ്രൂവൽ ഓൾറെഡി ഒബ്റ്റൈൻഡ്. ഇത് മാത്രമാണ് എൻ്റെ കമ്പനിക്ക് വേണ്ടി എനിക്ക് കിട്ടിയത്. ഒരു രജിസ്ട്രേഷൻ തീരാത്ത കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത്? ഒരു രജിസ്ട്രേഷൻ തീരാത്ത കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെ എടുക്കും? എല്ലാവരും കുറെ പേര് ഈ തമ്മിലൊക്കെ നിങ്ങൾ കണ്ടോ, അൻവിൻ നാട്ടുകാരെ പറ്റിച്ച് പണം ഈഗിളിന്റെ ടീഷർട്ട് കമ്പനിയിൽ ഇട്ടു. അവനായിരുന്നു എൻ്റെ CA, ഇവനായിരുന്നു എൻ്റെ CA, ഇവൻ്റെ CA ആയിരുന്നു എൻ്റെ ഇതിനകത്ത് വരുന്ന അക്കൗണ്ടിലെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം
അക്കൗണ്ടിൽ ഇട്ടെന്ന്. എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്ന്, ഞാൻ പറയാണ്, എൻ്റെ പേരിലുള്ള മൊത്തം ബാങ്ക് അക്കൗണ്ട്സും നിങ്ങൾക്ക് ആരെ കൊണ്ട് വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. ഈവൻ ഇറ്റ്സ് ആൻ ഇൻകം ടാക്സ്, ഈവൻ ഇറ്റ്സ് എ പോലീസ്, എന്തോ ആയിക്കോട്ടെ. ഞാൻ പബ്ലിക്കലി പറയുക, ഞാൻ അതിന് റെഡിയാ. ആൻഡ് നിങ്ങളെ ഞാൻ ഇത് കാണിച്ചു തന്നെ എന്താന്ന് പറയാൻ, 29/11/2025 രജിസ്ട്രേഷൻ തുടങ്ങിയ ഒരു കമ്പനിയുടെ മിനിമം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാർക്ക് അറിയാം, മിനിമം 15 ദിവസം വേണം കമ്പനി ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാൻ. അത് കഴിഞ്ഞിട്ട് വേണം GST എടുക്കാൻ, ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ. ഇതൊന്നും ഇല്ലാത്ത ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ? അല്ല, അൻവിൻ എങ്ങനെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത്? എനിക്ക് അറിയേണ്ട കാര്യം അതാ. അൻവിൻ ഇതിനകത്ത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ഇവിടെ പറയുന്ന ഒരു ഇത് വേണ്ടേ? ഒരു എല്ലാത്തിനും ഒരു റീസൺ വേണം. അതായത് എന്തെങ്കിലും അറിയാമെങ്കിൽ മാത്രം വന്ന് എക്സ്പോസ് ചെയ്യുക.